ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ ഞാനിന്ന് രാവിലെ അമ്പലത്തിലേക്ക് കുളിച്ചിട്ട് പോകാൻ പോകുന്നു. ഇന്നിപ്പം ഭരോജി ടെമ്പിളിൽ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും. മേളിൽ കാണുന്നതാണ് ഭൗരജിയുടെ മന്ദിർ. ഇന്നിപ്പം കാലാവസ്ഥ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ്. ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാൻ, ദൂരെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ഇന്നത്തെ വ്യൂ ആണിത്. ഇന്നലത്തെ നിന്ന് എന്ത് വ്യത്യാസമാണെന്ന് നോക്കി. ആകാശം എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ് കൊണ്ടുപോകാനായിട്ട് വന്ന ആൾക്കാരെ. ഞാൻ ഇനിയിപ്പം ദർശനം കയറാൻ പോവാണ്. തിരക്കില്ല. അപ്പം ഞാൻ കയറി തൊഴുതിന് ശേഷം ബാക്കി വ്യൂകളൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാവിലത്തെ ദർശനമാണ്. മൂന്നാമത്തെ ദർശനമാണ് വന്നിട്ട്. അപ്പോൾ 3 ദിവസമായി ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇന്നിപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പം തോന്നുന്നില്ല. ചരണാമൃതം കളക്ട് ചെയ്യുകയാണ്. അവിടെ അഭിഷേകം ചെയ്യുന്ന ജലം വരുന്ന ഒരു കുണ്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ ചരണാമൃതം കളക്ട് ചെയ്തുകൊണ്ട് പോവാണ്. എൻ്റെ വ്യൂ, അമ്പലത്തിൻ്റെ വ്യൂ ഒന്നുകൂടെ കാണിക്കാം. ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂകളാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് വന്ന് ദർശനം നടത്തേണ്ടതാണ്. ഈ കാണുന്നതാണ് ഭീംശില. ഭീംശിലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്ന ആൾക്കാർ ഇവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അമ്പലത്തിൻ്റെ വേറൊരു വ്യൂ കൂടെ ബാക്ക് സൈഡിൽ കാണുന്നത് നമ്മുടെ ഭീംശില. സന്യാസിമാരുടെ അനുഗ്രഹം തരുന്ന ഭക്തന്മാരാണ് ഈ കാണുന്നത്. സന്യാസിമാർക്ക് ദക്ഷിണം കൊടുത്തിട്ട് അനുഗ്രഹം തരും. शांति नहीं मिले तो क्या फायदा है हमारा तेरी सेवा करने से? ये सब जगह के लिए സന്യാസിമാരുടെ അനുഗ്രഹം തരുന്ന ഭക്തന്മാർ. ഭീംശിലയുടെ പുറകുവശത്തുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഭീംശിലയുടെ പുറകുവശത്തുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. വീടി വലിക്കുന്ന സ്വാമി കണ്ടോ. ഇനി പോകുന്നത് ആദിശങ്കരൻ്റെ സമാധി സ്ഥലം. ആദിശങ്കരൻ്റെ സമാധി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒഴുകിപ്പോയായിരുന്നു. അത് പിന്നെ പുനർനിർമ്മിച്ചിട്ടുള്ളതാണ് ആദിശങ്കര സമാധി. നമുക്ക് അവിടേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളതാണ് ആദിശങ്കര സമാധി. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ശ്രീ ആദിശങ്കരാചാര്യ സമാധി സ്ഥൽ. ഒരു സ്ലോപ്പ് പോലൊക്കെ റൗണ്ടിൽ നമുക്കവിടേക്ക് പോകാം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുകമുപബന്ധനാത് മൃത്യോർമോക്ഷി മമാമൃതഃ. കർപ്പൂര ഗൗരം കരുണാവതാരം ഭുജകാര സദാവസന്തം ഹൃദയാരവിന്ദി ഭവം ഭാമി സഹിതം. നമ്മളങ്ങനെ സമാധി സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ശ്രീ ആദിശങ്കരൻ്റെ സമാധി. ആദിശങ്കര സ്വാമികളുടെ സമാധി സ്ഥലം. ഇത് പുനർനിർമ്മിച്ചതാണ്. പ്രളയത്തിന് ശേഷം പുനർനിർമ്മിച്ചതാണ് ആദിശങ്കര സമാധി. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി സമാധി ചെയ്ത ശ്രീ സ്വാമികളുടെ സമാധി സ്ഥലം. ब्रह्मानंदम विमलवचनम सर्वदीक्षा सबूतम भावातीतम त्रिगुणरहितम सद्गुरुम तम नमामि. बोल भाई, सद्गुरुम तम नमामि. सद्गुरु
ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ശ്രീശങ്കര സമാധി സ്ഥലത്തിലെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഓം നമഃ ശിവായ. ശ്രീശങ്കര സമാധിയിൽ നിന്ന് അമ്പലത്തിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം കല്ല് വിരിച്ച് വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. പണ്ടത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ എല്ലാം വളരെ നീറ്റാക്കിയിട്ടുണ്ട്. ഇന്നെന്തായാലും കാലാവസ്ഥ നല്ലതാണ്. നല്ല വ്യൂ ആണ്. നിന്ന് നല്ല വെയിലുണ്ട്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇവിടെ എല്ലാം സന്യാസിമാരിങ്ങനെ ലൈനായിട്ടിരിക്കുകയാണ്. ഓം നമഃ ശിവായ. ഇതെല്ലാം രാവിലത്തെ വ്യൂ ആണിത്. നമഃ ശിവായ. ഇവിടുത്തെ ലൈവാണ് രാവിലത്തെ. മോശം നല്ല മോശം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഭൈരവജി കം അമ്പലം, ഭൈരവജി കം മന്ദിർ കാണാനായിട്ട് വന്നതാണ്. മേളിൽ കാണുന്നതാണ് ഭൈരവജിയുടെ മന്ദിർ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൈരവൻ്റെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ദൃശ്യമാണിത്. ഒരു പാലത്തിൽ നിന്നെടുത്താണിത്. ഇതിലെ 2 കിലോമീറ്റർ മേളിൽ പോകണം. 2 കിലോമീറ്റർ മേളിൽ ചെല്ലുമ്പോഴാണ് ഭൈരവജിയുടെ അമ്പലം. ഭൈരവൻ്റെ അമ്പലത്തിലോട്ടുള്ള വഴിയാണ്. ഇവിടെ ഇപ്പോൾ അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനത്തിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകണം ഭൈരവൻ്റെ മന്ദിർ. ഭൈരവൻ്റെ അമ്പലത്തിലേക്കുള്ള വഴിയാണിത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1 കിലോമീറ്റർ എന്ന്. അപ്പം 1 കിലോമീറ്റർ ഇനിയുണ്ട് ഇവിടുന്ന്. ഭൈരവനാഥം അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പം മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പോൾ കാണുന്നതാണ് കേദാർനാഥ് അമ്പലം. താഴത്തുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. കയറ്റം കയറിയിട്ട് അണയ്ക്കുന്നുണ്ട്. ഇന്ന് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ 4ാമത്തെ കോട്ടേജിലാണ് ഇന്ന് താമസിക്കുന്നത്. റെഡ് കളറിലെ 4ാമത്തെ കോട്ടേജിലാണ് താമസിക്കുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഹെലിപ്പാഡ്. ആ കാണുന്നതാണ് ഹെലിപ്പാഡ്. ഇന്ന് ഹെലികോപ്റ്റർ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഭൈരവജി നാഥൻ്റെ അമ്പലം. നമ്മളങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കാർ ചെയ്യുന്ന ഒരിതാണ്. കല്ലിങ്ങനെ അടുക്കടിക്ക് വെക്കും. ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉടനെ ഒരു വീടുണ്ടാകുന്നതാണ് വിശ്വാസം. ജിയുടെ അമ്പലത്തിലെത്തി. അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ഇതിൻ്റെ പ്രവേശനദ്വാരാണിത്. ഭൈരവജി എന്ന് പറയുന്നത് ക്ഷേത്രപാലകനാണ്. കേദാർനാഥിൻ്റെ ക്ഷേത്രപാലകനായിട്ടുള്ള ഭൈരവജിയുടെ അമ്പലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ എണ്ണയാണ്, പൂജ എണ്ണയാണ്. കേദാർനാഥ് തുറക്കുന്നതിന് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞിട്ടാണ് ഇവിടെ തുറക്കുന്നത്. അതുപോലെ അടയ്ക്കുമ്പോഴും. ഇത് കേദാർനാഥ് അമ്പലത്തിൻ്റെ ക്ഷേത്രപാലകൻ എന്നറിയപ്പെടുന്ന ഭൈരവജി. ഇവിടുത്തെ മെയിൻ വഴിപാട് എണ്ണയാണ്. ഭൈരവനാഥ് ടെമ്പിളിൽ നിന്നും ഉള്ള വ്യൂ ആണ് കേദാർനാഥ് അമ്പലത്തിൻ്റെ. താഴെ ദൂരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കേദാർനാഥ് ടെമ്പിൾ കാണാം.
കേദാർനാഥിൻ്റെ പല പല ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേദാർനാഥിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മേളിലേക്ക് ട്രക്ക് ചെയ്ത് വരണം. അങ്ങനെ ഭൈരവനാഥ് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പം നേരെ റൂമിൽ പോകാമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ വൈകിട്ടത്തെ ദർശനം വരിക. ഇതുവരെയും കാലാവസ്ഥ നല്ലതായിരുന്നു, ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഭൈരവ് ബാബയുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ റൂമിലേക്ക് പോവാണ്. ഇത് അമ്പലത്തിൻ്റെ മുന്നിൽ കുറച്ച് ദൂരെയായിട്ട് സ്ഥാപിച്ച ഓമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു, ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം സ്ഥാപിച്ചാണിത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങും. നാളെ ഗൗരികുണ്ടിലേക്ക് മടങ്ങും. അപ്പം നാളെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഓം നമഃ ശിവായ. ഹര ഹർ മഹാദേവ്.